അങ്ങനെ കേസ് അങ്ങനെ ഒരു കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ ബാംഗ്ലൂരിലോട്ടാണ് ഇപ്രാവശ്യം വണ്ടി കയറിയത്. എന്നും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ് ഇടാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഉദ്യമം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ബസ് എടുത്ത് ഇങ്ങനെ പോയപ്പോൾ ഒരു കാട്ടിൽ ഞങ്ങളുടെ ബസ് കുടുങ്ങിപ്പോയി. കുടുങ്ങിപ്പോയപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ദൃശ്യമാണ്. ഇത് ഒരു എന്താ പറയുക, ഉൾക്കാടായതുകൊണ്ട് തന്നെ മൊബൈലിലൊന്നും റേഞ്ചില്ലായിരുന്നു. ഇവിടെ ഈ കാണുന്ന ലോറികൾ തമ്മിലാണ് പ്രശ്നമായത്. ഒരു ലോറി എന്താ പറയുക, ആ ചളിയിൽ പൂണ്ടു പോവുകയും അടുത്ത ലോറിക്കാരന് എന്താ വെച്ചാൽ ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് എന്തോ പൈസയുടെ ഇടപാട് കാരണം എന്തോ ഉടക്കിയതാണ്. അങ്ങനെ വണ്ടി തിരിക്കുന്നതിനിടയിൽ അവിടെ പെട്ടുപോയതാണ്. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ബാംഗ്ലൂർ ലക്ഷ്യമാക്കിയിട്ടാണ്, മലപ്പുറം ജില്ലയിൽ നിന്നും. അങ്ങനെ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. എന്തോ ഹോട്ടൽ റാസ എന്നാണ് ഇതിൻ്റെ പേര്. സോ ബസ് യാത്രകളുടെ ഒരു പരിമിതികളിലൊന്നാണ് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഏതെങ്കിലും ഒരിടത്ത് നിർത്തുന്നത്. ഏതായാലും യാത്ര തുടർന്നു. രാവിലത്തെ ചെറിയൊരു ലഘുഭക്ഷണം കഴിച്ചിട്ട് സമയം ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ യാത്ര തുടരുന്നു. പോകുന്ന വഴിക്ക് ബീൻസ്, അമരക്ക പോലത്തെ എന്തോ സാധനങ്ങൾ ബൈക്കിൽ കൊണ്ടുപോകുന്ന കുറച്ച് കർഷകരെ കണ്ടു. ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് ഒരുപാട് കൃഷി വയലുകളും മറ്റെല്ലാം കാണാൻ സാധിച്ചു. ഇതെൻ്റെ 2ാം തവണയാണ് ഞാൻ ബാംഗ്ലൂരിൽ വരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ജോലി ആവശ്യം ആയിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ PG ഒന്നും സെറ്റാക്കാത്തത് കാരണം ആദ്യം തന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഒരു PG അന്വേഷിച്ചിറങ്ങുകയാണ് ചെയ്തത്. സോ നമുക്ക് ഓഫീസിനടുത്ത് തന്നെ ഒരു PG കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വാക്സ് അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ PG. സോ PGയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നിന്ന് PGയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. ഒരു ഡബിൾ ഷെയറിന് 13,000 ഇൻക്ലൂഡിങ് 2 ടൈംസ് ഫുഡ് അവർ വാങ്ങിക്കുന്നുണ്ട്.